നമ്മുടെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ നമ്മൾ അപകടകരമായ ഒരു ശത്രുവിന്റെ കെണിയിൽ പെടാതിരിക്കാൻ നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിലും അവന്റെ പരിശുദ്ധ രക്തത്താൽ അവൻ നമുക്കായി നേടിത്തന്ന ദൈവീക സംരക്ഷണത്തിൽ നമ്മളെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു ദൈവവേദന ഉണ്ടാകണം. അല്ലെങ്കിൽ ലൈഫിൽ ജീവിതയാത്രകൾ എവിടെയെങ്കിലും വെച്ച് ആ വ്യക്തിയുടെ മേൽ, ആത്മാവിന്റെ മേൽ സൈറ്റൻ പിടിമുറുക്കുന്ന അനുഭവം ഉണ്ടാവും. പിന്നെ എത്ര ശ്രമിച്ചാലും സ്വയം പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വീണുപോകും. അപ്പോ ഇവിടെയാണ് നമ്മൾ എന്തിനാ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തിനാ വചനം വായിക്കണമെന്ന് ചോദിച്ചാൽ, എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തിനാണ് നമ്മുടെ ആത്മാവിനെ ഉണർവുള്ളതാക്കി സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിലൂടെയെല്ലാം പിശാചിന്റെ വഞ്ചനയ്ക്ക് നമ്മൾ അടിമപ്പെട്ടു പോകാതിരിക്കാനാണ്. അങ്ങനെ ആത്മനാശം സംഭവിക്കാതിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാം നേടിയിട്ട് വചനം പറയുന്നത്, എല്ലാം നേടിയിട്ട് സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്ത് നേട്ടമുണ്ട്? മകനെ നേടി, മകളെ നേടി, സമ്പത്ത് നേടി, എല്ലാം മേടിച്ചു, എല്ലാം ഓക്കെ, എല്ലാം ശരിയായി. പക്ഷേ സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം?